ഹലോ മക്കളെ, അപ്പൊ നമ്മൾ ബയോളജി ഓണ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 3 മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ പഠിച്ചാലോ? ചോദ്യം ഇതാണ്, വിച്ച് ഇസ് ദ പ്രോസസ് ഇല്ലുസ്ട്രേറ്റഡ്? ചിത്രീകരണം ഏത് പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു? ഇത് ഏത് പ്രവർത്തനമാണ് കൊടുത്തിരിക്കുന്നത്? പ്രോട്ടീൻ നിർമ്മാണം അല്ലേ? പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രോട്ടീൻ സിന്തസിസ്. അടുത്ത ചോദ്യം, വാട്ട് ഡസ് എക്സ് ആൻഡ് വൈ ഇൻഡിക്കേറ്റ്? എക്സും വൈയും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താ മക്കളെ? നോക്കിക്കേ, mRNA അല്ലേ? mRNA. വൈ എന്ന് പറയുന്നത് എന്താണ്? റൈബോസോം ആണല്ലേ? റൈബോസോം. അപ്പൊ പ്രോട്ടീൻ നിർമ്മാണം ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടീൻ നിർമ്മാണത്തിൽ മൊത്തം 2 ഘട്ടങ്ങളാണ് വരുന്നത്. ഒന്ന് DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന ഘട്ടം, അതിനെ നമ്മൾ എന്താ വിളിക്കുക? ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ? ഇനി mRNA-യിൽ നിന്ന് എന്ത് ഉണ്ടാകുന്നു? പ്രോട്ടീൻ ഉണ്ടാകുന്നു. അപ്പൊ പ്രോട്ടീൻ ഉണ്ടാകുന്ന ഘട്ടം, അതിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസ്ലേഷൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ? ഇത് കൂടാതെ നമുക്ക് 3 RNA-യും അതിന്റെ ഫംഗ്ഷൻസും പഠിക്കാനുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക? mRNA, tRNA, rRNA-യുടെ ഫംഗ്ഷൻസ് നിങ്ങളൊന്ന് പോയി കാണുക കേട്ടോ. ഇനി ഇതേ ചോദ്യം തന്നെ 1 മാർക്കിന് ഇങ്ങനെ ചോദിക്കാം. എങ്ങനെയാണ്? DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന ഘട്ടം എന്താണ്? mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന ഘട്ടം എന്താണ്? അപ്പൊ DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് കേട്ടോ. ട്രാൻസ്ക്രിപ്ഷൻ. mRNA-യിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്താണ്? ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ. ട്രാൻസ്ലേഷൻ. ഓക്കെ അല്ലേ? ഇതൊരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ tRNA-യുടെ ഫംഗ്ഷൻ എന്താന്ന് മറക്കാതെ കമന്റ് ചെയ്യാം.